ലത സുമയെ സഹായിച്ചു. രഘുവേട്ടൻ കിച്ചണിൽ വന്നു സുമയോട് പറഞ്ഞു, ആ പയ്യനെയാണ് തുകനയോടൊപ്പം ഭക്ഷണം കഴിച്ച് ചിരിച്ചുല്ലസിച്ചുകൊണ്ട് ഞാൻ അവിടെ കണ്ടത്. അവരുടെ മേശപ്പുറത്തിരുന്ന ഭക്ഷണങ്ങളോ ആരും കൊതിച്ചു പോകും. ഞാൻ അമ്പരന്ന് പോയി കേട്ടോ. ഇപ്പോൾ ഇത് അവളുടെ അച്ഛനോട് വിളമ്പണ്ട, അത് നേരത്തെ പറയണ്ടേ. എന്നെ പേടിക്കണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല, രഘു അമ്മാവൻ പറഞ്ഞു. പറയാൻ എന്തിരിക്കുന്നു, പറഞ്ഞോളൂ, ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. പിള്ളേരാകുമ്പോൾ ഒരു നല്ല ആഹാരം വാങ്ങി കഴിച്ചെന്നിരിക്കും. ആരെയും ഇവിടെ വരുത്തണ്ട എന്ന് അവൾ കരുതി കാണും. ശരിയാ, അയാൾ സുമ പറഞ്ഞത് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടികൾ കൊടുക്കാനുള്ളതും എടുക്കാനുള്ളതും തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു തുകനയുടെ അച്ഛൻ. സുമ ഒരു ഭയവുമില്ലാതെ നിന്നു. വിനീഷ കിച്ചണിൽ വന്നു. പോകട്ടെ ആൻറ്റി, ഞങ്ങൾ പിന്നെ വരാം, അവൾ സുമയോട് യാത്ര പറഞ്ഞു. തുകനയുടെ അച്ഛൻ ഒരു ഗോൾഡ് ഫ്രെയിം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വിനുവിന് നൽകി. എത്ര പറഞ്ഞിട്ടും അയാൾ അത് സമ്മതിക്കാതെ അവൻ്റെ കണ്ണിൽ വച്ചു കൊടുത്തു. ഫിലിം സ്റ്റാർ പോലെയുണ്ട്, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിനീഷയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയെങ്കിൽ ഇഷ്ടപ്പെട്ട സോപ്പും സ്പ്രേയും തരാം. ഒന്നും വേണ്ട അങ്കിൾ, ഈ ഗ്ലാസും വേണ്ടായിരുന്നു, സ്നേഹത്തോടെ തരുന്നതല്ലേ, തുകന അവരോടായി പറഞ്ഞു. തുകനയുടെ അച്ഛൻ വിനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീയും ഇവരുടെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത്? സുമ പറഞ്ഞു, ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. തുകന ഹാഫ് ഡേ ലീവ് എടുത്തു ഉച്ചയ്ക്ക് വന്നു. അവരോടൊന്നും പറയാതെ വന്നതോ? അച്ഛൻ തുകനയോട് ചോദിച്ചു. അതെ അച്ഛാ, വർക്ക് ലോഡായിരുന്നു, ഒന്ന് വിശ്രമിച്ചാൽ കുറയുമെന്ന് കരുതി. ഞാൻ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. മോളെ ഇങ്ങ് വന്നേ, അയാൾ തുകനെ വിളിച്ചു. വാങ്ങി വന്ന ഡ്രസ്സിൽ ഒരു സെറ്റ് വിനീഷയ്ക്ക് കൊടുക്കാൻ തുകനയോട് പറഞ്ഞു. അവൾ നല്ല ഒരു ഡ്രസ്സ് എടുത്തു നൽകിക്കൊണ്ട് ചോദിച്ചു, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നിനക്കിഷ്ടപ്പെട്ടാൽ എനിക്കിഷ്ടമാവും. അത് കൊള്ളാമല്ലോ, തുകനയുടെ അച്ഛൻ പൊട്ടിച്ചിരിച്ചു. നിനക്കോ? വിനു ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവർ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലത അവരുടെ പിന്നാലെ പോയി. ഇവളെന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്? നിങ്ങളെക്കാളും അവൾക്കാണ് ആ കുട്ടിയോട് സ്നേഹം. ഇല്ല, ഗേറ്റ് അടയ്ക്കുന്നു. ഉത്തരവാദിത്വം. 2-3 മാസം അവധിയെടുത്തു മോളുടെ കല്യാണം നടത്തിയിട്ട് പോകാം, അതാണ് നല്ലത്. എൻ്റെ മോൾ സന്തോഷമായി ജീവിക്കണം, അവളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അയാൾ കഴുത്തിലിട്ടിരുന്ന മാല എടുത്തു സുമയ്ക്ക് അണിയിച്ചുകൊണ്ട് പറഞ്ഞു. 40 ഗ്രാം ഉണ്ട്, 5 പവൻ. തുകന മാല പിടിച്ചു നോക്കി. നല്ല മോഡൽ, നല്ല ഡിസൈൻ, നന്നായിട്ടുണ്ടെന്ന്. നിനക്കുള്ളത് നാളെ ജ്വല്ലറിയിൽ പോയി എടുക്കാം, കല്യാണത്തിനുള്ളതാ. കല്യാണമോ? അവളുടെ ചോദ്യം കേട്ട് രഘു അമ്മാവൻ പറഞ്ഞു, പിള്ളേരുടെ കൂടെ കടപ്പണ്ണം തീറ്റി കുറയ്ക്കണം കേട്ടാ, കെട്ടാനുള്ള പെണ്ണാ നീ. അയാളുടെ തരം കുറച്ചുള്ള സംസാരം കേട്ട് അച്ഛനെ ഓർത്ത് തുകന മിണ്ടാതിരുന്നു. സുമയും തുകനയും കിച്ചണിൽ പോയി. അവസരം പാഴാക്കാതെ അയാൾ തുടർന്നു, പെട്ടെന്ന് കെട്ടിച്ച് വിട്ടോണം അളിയ. ഇപ്പം അങ്ങോട്ട് പോയില്ലേ, ആ ചെറുക്കനുമായിട്ടാണ് മോളുടെ കറക്കം. ഞാൻ അത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കടിച്ച് കീറാൻ വന്നു. നീ അതിന് എന്ത് പറഞ്ഞു? ആ ചെറുക്കനും ഇവിടത്തെ മോളും ഫാമിലി പോർഷനിലിരുന്ന് പൊറോട്ടയും ചിക്കനും മറ്റും വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു. ഏട്ടന് തന്നില്ലേ? എനിക്ക് തരാത്തതല്ല, അവർ തമ്മിൽ ലവാണ്. എനിക്ക് സംശയമുണ്ട്. എങ്കിൽ എനിക്ക് എളുപ്പമായി. വരമണ്ടനായ നിൻ്റെ അടുത്താണല്ലോടാ ഞാൻ പറഞ്ഞത്. രഘുവേട്ടൻ പുറത്തിറങ്ങി. സുമയും തുകിനയും പലവിധ പലഹാരങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. തുകിനയുടെ അച്ഛൻ്റെ മനസ്സിൽ തീപ്പൊരി വിതറി രഘുവേട്ടൻ സ്ഥലം വിട്ടു. സുമ തുകിനയുടെ അച്ഛനെ നോക്കി. അയാൾ എന്തോ ചിന്തിച്ചിരുന്നു.